അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, കിഫ്ബിയെ എന്തായാലും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ, അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ബജറ്റിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ കാണുന്നു താങ്കൾ അതിനെ? കിഫ്ബിയുടെ ചിറകരിയാനുള്ള തീരുമാനമെന്നാണ് ഇടതുമുന്നണിക്ക് ഇതിനോടുള്ള വിമർശനം. അല്ല, ഒരു കാര്യം ഉറപ്പാണ്. രാജ്യത്ത് ജനങ്ങളോട് നികുതി രൂപത്തിൽ അല്ലെ സെസ് രൂപത്തിൽ നിങ്ങൾ പിരിച്ചാൽ അത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റിന് വിധേയമായിരിക്കണം. അങ്ങനെ ഓഡിറ്റിന് വിധേയമാക്കാത്ത ഒരു സംവിധാനവും ഈ രാജ്യത്തിന് ആരോഗ്യകരമല്ല, സാമ്പത്തിക രംഗത്ത് ആരോഗ്യകരമല്ല. അത് തൽക്കാലത്തൊക്കെ ഗുണം ചെയ്യുമെങ്കിലും ഭാവിയിൽ വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് അതൊരിക്കലും അംഗീകരിക്കാം. ഈ ഓഡിറ്റ് ചെയ്യൂല, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കാണിക്കൂല എന്ന് പറയുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കാര്യം എനിക്ക് കോൺഗ്രസിനോട് UDF-നോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം വരുമാനം കണ്ടെത്തും എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. TV ചാനൽ ചർച്ചയിൽ ഇന്ന് രാവിലെ മുതൽ പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ കണ്ടെത്തുമെന്ന് ബഡ്ജറ്റിലില്ല. ബഡ്ജറ്റ് 2 പാർട്ടല്ലേ, ചെലവും വരവും. ഈ വരവിൽ ഈ പറഞ്ഞ ചെലവുകൾ നിങ്ങളിപ്പോൾ ചെലവിനേക്ക് ഒന്നും നീക്കി വെച്ചിട്ടില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, നിങ്ങൾ അതിൻ്റെ ചെലവ് ആലോചിച്ച് നോക്കുക, എത്രയായിരിക്കും? അത് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല, ഇന്നത്തെ വരുമാനം വെച്ചത് കൊടുക്കാൻ പറ്റൂല. നിങ്ങളുടെ പ്രകടന പത്രികയും വാഗ്ദാനങ്ങളും അൺറിയലിസ്റ്റിക് ആയിരുന്നു, യാഥാർത്ഥ്യബോധമില്ലാത്തതായിരുന്നു നിങ്ങളുടെ പ്രകടന പത്രികയും വാഗ്ദാനങ്ങളും. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യബോധത്തോടെ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വലിയൊരു ബാഗേജ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്ര കോടി രൂപയുടെ, എത്ര ആയിരം കോടി രൂപയുടെ വാഗ്ദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എവിടുന്നാണ് നിങ്ങൾ കണ്ടെത്തുക? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വരുമാനം കണ്ടെത്താനുള്ള നിർദ്ദേശം ബഡ്ജറ്റിൽ ഉണ്ടാവണം. അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ഇതാണ് പ്രശ്നം. ദർ ഈസ് നോ പ്രപ്പോസൽ ഫോർ ഇൻക്രീസിങ് ദ ഇൻകം. എങ്ങനെയും ഉള്ള ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള പ്രപ്പോസൽസ് ഒന്നുമില്ലാത്തൊരു ബഡ്ജറ്റാണ്. ഇതാണ് ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.